അപ്പൊ എനിക്ക് പനി പിടിച്ച് അപ്പൊ എനിക്ക് കഴിക്കാൻ വന്നോണ്ടിരിക്കണം. പിള്ളേരെ കൂട്ട് പുറത്തോട്ട് താങ്ങി പിടിച്ച് കൊണ്ടുപോകണം, വായച്ച് കൊടുക്കണം, പനി ഒഴിച്ചു കൊടുക്കണം. ഒരാളവിടുന്ന് കഴിക്കേണ്ട പദ്ധതി അതുപോലെ കുഞ്ഞാക്കൊറ്റയ്ക്ക് കൈയൊന്നും നനക്കാൻ പറ്റില്ല. എന്താ അത് ഇങ്ങനത്തെക്കാണ് അവസ്ഥകള്. നമ്മ ക്ലാസ് എടുത്തിട്ട് കുഞ്ഞു ക്ലാസ് എടുത്തിട്ട് അതൊന്നുമല്ല. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മ ഇങ്ങനെ ഇരിക്കും. എനിക്ക് പുള്ളി ഭാര്യയൊക്കെ തരും. അല്ലാത്തപ്പോ ഉപ്പൊക്കോളാൻ പറയും. സന്തോഷം സമാധാനമാണപ്പാ. അതെ, ഒരാൾ വെള്ളം കുടിക്കുകയാണ്. പുള്ളിക്കും പിടിച്ചു കൊടുക്കണതൊക്കെ പുള്ളി ചില്ല് ഗ്ലാസ്സാണ്. ചിലപ്പോ താഴത്തോട്ടൊക്കെ ഇടും പുള്ളി. ഇതുകൊണ്ട് മതി ചേട്ടാ. കഴിച്ചോ ഗുളി കഴിക്കാനുള്ള വേണ്ടാ. പനിയൊക്കെ വരുമ്പോ ഇങ്ങനെ ഉണ്ടാ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. എനിക്ക് പനി വരുമ്പോ ഒരാളുണ്ടാവൂല. ഞാൻ കിടന്നോട് കേൾക്കേണ്ടി വരും. ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാല് പഠിക്കണോ നിങ്ങൾ അവിടെ എനിക്ക് ചെയ്തു തരാമോ? എനിക്ക് പണിക്ക് പോകാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പണിക്ക് പോയ ഞാനാണ്. പനിയായിട്ട് ഫുള്ള് വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ആ വർക്ക് ചെയ്തുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റണല്ല. നിന്നിട്ടാണെങ്കിൽ ഓടിഞ്ഞോണ്ടി അതാണ്. ചിലപ്പോൾ ഇന്നും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണു പോകുന്നുള്ളൊരു പേടിയാണ്. എനിക്ക് വർഷത്തിൽ 2 മിനിറ്റ് എല്ലാവർക്കും പറയണ കാര്യമായിരിക്കും. മതി മതി. അപ്പം അമ്മ ചെറിയൊരു വീഡിയോ ഇട്ടൊന്നാണ്. അപ്പം എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ടും കാര്യം ഉണ്ടാവണം കേട്ടോ. ഇത് നമ്മുടെ വട്ടയപ്പത്തിട്ട് ഇടിരി കേട്ടോ. അപ്പം ബൈ.